ഡാ ഫൈനലി യു ആർ ഫ്രീ. അതേടാ. ഡാ എങ്ങോട്ടാ ഫസ്റ്റ് പോകേണ്ടത്? അപ്പൻ്റെയും അമ്മച്ചിയുടെയും അടുത്തേക്കാണോ? അവർ നിന്നെ കാത്തിരിക്കുക. പോകാം, പക്ഷെ എനിക്ക് അതിനു മുന്നേ എൻ്റെ കുഞ്ഞിനെ ഒന്ന് കാണണോടാ. എനിക്കറിയാടാ നീ എത്രമാത്രം നിന്റെ മകളുടെ അടുത്ത് പോകാൻ ആഗ്രഹിക്കുന്നുവെന്ന്. പക്ഷേ നീ കാണാൻ പോയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് നിനക്കറിയാലോ. അറിയാം, എനിക്കൊന്ന് കണ്ടാൽ മതിയടാ എൻ്റെ കുഞ്ഞിനെ. ചിലപ്പോൾ ജീവനെ തല്ലുമായിരിക്കും. തല്ലിക്കോട്ടെ, എന്നാലും എനിക്കെൻ്റെ മോളെ കാണണം ജിമ്മി. ഈ ദിവസത്തിനാ ഞാൻ ഇത്രയും നാൾ കൊതിച്ചത്. ശരി, വാ പോകാം. ദേവി, ഫുട്ബോൾ മാച്ചിന് ടൈമേ, വാടാ പോ. ഡാ, ഞാൻ വരുന്നു, വാ. ദേവി, എന്നാ വന്നാലും നമ്മൾ തന്നെ ഇന്ന് ജയിക്കണം. പിന്നില്ലാതെ നമ്മൾ തന്നെ ജയിക്കും. അവർ അങ്ങനെ ഫുട്ബോൾ ഗ്രൗണ്ടിലെത്തുന്നു. അവരെ മാച്ചിന് വേണ്ടി തയ്യാറെടുക്കുകയായിരുന്നു. പക്ഷേ കെവിൻ ആരെയൊക്കെയോ ആ ഗ്രൗണ്ടിൽ തിരയുന്നുണ്ടായിരുന്നു. നീ ആരെയാ നോക്കുന്നേ? ശാലിനി. അവളെന്റെ മാച്ച് കാണാൻ വരാന്ന് പറഞ്ഞിരുന്നു, കാണുന്നില്ല. ആ, ദേ വന്നല്ലോ നിന്റെ ക്യാമോയി. അവൾ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് അവനോട് ഓൾ ദ ബെസ്റ്റ് പറഞ്ഞു. അവരുടെ ഫുട്ബോൾ മാച്ച് തീർന്ന ശേഷം ജിമ്മിയും കെവിനും ശാലിനിയും കൂടെ ക്യാൻറ്റീനിലേക്ക് പോയി. അവരവിടെ ഇരുന്ന് സംസാരിക്കുകയായിരുന്നു. നീ ക്ഷണിച്ചോ? കുറച്ച്. അതെ, ഇണക്കുരുകൾ തന്നെ അങ്ങനെ സൊല്ലണ്ട. ഞാനിവിടെ ഇരിക്കുവാ. ഇവിടെ വാ. നിന്നെയൊക്കെ ഞാൻ എവിടേക്ക് നോക്കിയെന്നറിയോ? എവിടെ പോയി കിടക്കുമായിരുന്നു? എടി പോത്തേ, ഞങ്ങളുടെ ഫുട്ബോൾ മാച്ച് കാണാൻ നീ എന്താ വരാഞ്ഞേ? നീ മാത്രമേ ഉള്ളാഞ്ഞേ കോളേജിൽ നിന്ന് അവിടെ ഇല്ലാഞ്ഞേ. സോറിടാ, ഞാൻ നാട്ടിൽ പോയിട്ട് ഇന്നാ വന്നേ. വന്നപ്പോ ലേറ്റ് ആയിപ്പോയി. പിന്നെ ഞാൻ ഇത് അറിഞ്ഞില്ലായിരുന്നു. നീ എന്തിനാടി പോത്തേ അപ്പനെയും അമ്മയും ബുദ്ധിമുട്ടിക്കാൻ ആഴ്ചയിൽ അങ്ങോട്ട് വെച്ച് പിടിക്കുന്നേ? എന്റെ പൊന്നു ദേവി, എനിക്ക് നിന്റെ ഈ കാമുകിയെ പോലെ ഏത് നേരവും കാമുകനെ സ്വപ്നം കണ്ടിരിക്കാൻ ആരുമില്ല. അതുകൊണ്ട് ഞാൻ എന്റെ അപ്പന്റെ അമ്മയുടെ അടുത്തെങ്കിലും പോയി കണ്ടോട്ടെ. ആർമീസേ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയില്ലേ എന്താ സ്റ്റോറി തിരിഞ്ഞു കിടക്കുന്നതെന്ന്? പറയാം. ഇവർ 4 പേരും തിക്ക് ഫ്രണ്ട്സാണ്. പക്ഷേ ദേവിയും ശാലിനിയും 1 വർഷമായിട്ട് പ്രണയത്തിലാണ്. ദേവി കോളേജിലെ ഹാൻസം ബോയ് ആയതുകൊണ്ട് തന്നെ എല്ലാ ഗേൾസിനും അവനോട് ക്രഷ് ഉണ്ട്. എന്നാൽ അവന് ക്രഷ് തോന്നിയത് ഈ ശാലിനിയോടാണെന്ന് മാത്രം. അങ്ങനെ ഇരുവരും പറഞ്ഞ് അവർ പ്രണയത്തിലായി. കോളേജിലെ ഏറ്റവും മോസ്റ്റ് ഹാൻസം ബോയ് ആയിരുന്നു ദേവൻ. അതുകൊണ്ട് തന്നെ കോളേജിലെ സകല പെൺപിള്ളാരും അവന്റെ പുറകെയായിരുന്നു. പക്ഷെ അവൻ ശാലിനിയെ ഇഷ്ടപ്പെട്ടത് ആർക്കും അത്ര പിടിച്ചില്ല. അതുകൊണ്ട് ദേവൻ ശാലിനിയെ സ്നേഹിക്കുന്നത് കൊണ്ട് തന്നെ ശാലിനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ടായിരുന്നു. കോളേജിലെ മറ്റൊരു ഗേളായ ജെന്നി എന്ന പെണ്ണിന് ദേവിനോട് അടങ്ങാത്ത ഭ്രാന്ത് പോലത്തെ പ്രണയം ഉള്ളത് കൊണ്ട് അവൾക്ക് ശാലിനിയെ കൊല്ലാനുള്ള പകയുണ്ടായിരുന്നു. സമയം കിട്ടുമ്പോഴെല്ലാം അവളും അവളുടെ ഗ്യാങ്ങും ശാലിനിയെ ഉപദ്രവിച്ചിരുന്നു. അതിൽ നിന്നെല്ലാം ശാലിനി എപ്പോഴും രക്ഷിക്കുന്നത് നമ്മുടെ കൂക്കി തന്നെയായിരുന്നു. ശാലിനി പലപ്പോഴും ദേവിനോട് ഈ കാര്യങ്ങളൊക്കെ പറയാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ദേവിൻ എപ്പോഴും അവരോട് ഒഴിഞ്ഞു മാറി നടക്കണം, അവരുടെ അടുത്തൊന്നും പോകരുത്, അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിപ്പിച്ച് വിടുകയാണ് പതിവ്. അത് മാത്രമല്ല, ദേവിൻ ഒരു ഫുട്ബോൾ ഭ്രാന്തനായിരുന്നു. അതുകൊണ്ട് അവന്റെ ഫസ്റ്റ് പ്രയോറിറ്റി എപ്പോഴും ഫുട്ബോൾ മാച്ചും കളികളും ഫ്രണ്ട്സും ഒക്കെ ആയിരുന്നു. ശാലിനിയോടൊത്ത് വളരെ കുറച്ച് സമയം മാത്രമേ അവൻ സ്പെൻഡ് ചെയ്തിരുന്നുള്ളൂ. എന്ന് വെച്ചിട്ട് അവന് ഇഷ്ടക്കുറവൊന്നുമില്ല, എങ്കിലും അവന്റെ പ്രയോറിറ്റി ഫസ്റ്റ് ഫുട്ബോൾ ആയിരുന്നു. പക്ഷേ ശാലിനി അവനെ
മനസ്സിലാക്കി എല്ലാം അഡ്ജസ്റ്റ് ചെയ്ത് അവനെ സ്നേഹിച്ചു. മറ്റൊരു ദിവസം ശാലിനിയും കൂക്കിയും കൂടെ ഇന്റർവെൽ സമയത്ത് കോളേജിന്റെ വരാന്തയിലൂടെ നടക്കുകയായിരുന്നു. ശാലിനി, ഒരു മിനിറ്റ്, എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ എന്താ രാഹുൽ ചേട്ടാ? ഒന്ന് വരുമോ? തന്നോട് മാത്രം പറയാനുള്ളതായിരുന്നു. എങ്കിൽ നീ ചെല്ല്, ഞാൻ ലൈബ്രറിയിൽ കാണും, അങ്ങോട്ട് വന്നാ മതി. എന്താ ചേട്ടാ, എന്തുവാ പറയാനുണ്ടെന്ന് പറഞ്ഞേ? ശാലിനി, എനിക്ക് തന്നോട് സീരിയസ് ആയിട്ടൊരു കാര്യം പറയാനുണ്ട്. എന്താ പറഞ്ഞു, ഞാൻ കേട്ടോളാം. ശാലിനി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. വാട്ട്? ചേട്ടാ, ഞാൻ റിലേഷൻഷിപ്പിലാ. അതിനു എനിക്കറിയാം, എങ്കിലും എന്റെ സ്നേഹം നീ അറിയാതെ പോകരുത് എന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് പറഞ്ഞതാ. നീ എന്നെ തിരിച്ച് സ്നേഹിക്കണം എന്ന് ഞാൻ പറയില്ല, എന്നെ ഇഷ്ടമാണോന്നും ചോദിക്കുന്നില്ല. പക്ഷേ എനിക്ക് നിന്നെ ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് പറഞ്ഞോന്ന് മാത്രം. പിന്നെ ഒരു ഹിന്ദു പെണ്ണും ക്രിസ്ത്യാനി ചെറുക്കനെ സ്നേഹിക്കുന്നത് ഈ കോളേജിലെ പാട്ടാവാതിരിക്കില്ലല്ലോ. എനിക്കറിയാം നിന്റെ ലവർ ആ തെവിനാണെന്ന്, എങ്കിലും എന്റെ പ്രണയം പറയാതെ പോകരുതെന്ന് എനിക്കൊരു വാശിയുണ്ടായിരുന്നു, അതുകൊണ്ട് പറഞ്ഞെന്ന് മാത്രം. രാഹുൽ ഇത് പറഞ്ഞിട്ട് പോകുമ്പോഴും ശാലിനി അവിടെ ഒരു നിമിഷം നിറഞ്ഞു നിന്നു. ആദ്യമായിട്ടാണ് അവൾ ഇങ്ങനെ താൻ സ്വന്തമാകില്ല എന്നറിഞ്ഞിട്ടും തന്നെ ഇതുപോലെ സ്നേഹിക്കുന്ന ഒരാളെ കാണുന്നത്. അവൾ അത്ഭുതത്തോടെ ഒരു നിമിഷം നോക്കി നിന്നു. രാഹുൽ ചേട്ടൻ എന്തിനാ നീ വിളിപ്പിച്ച ശാലു? അത് മ്യൂസിക് ക്ലബിൽ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിക്കാനാ. നോക്കടി, കോളേജിലൂടെ പെണ്ണിരിക്കുന്നു. ഇവളുമാരെ ഞാനിത് കൊല്ലും. ചെയ്യാൻ വേണ്ട, നമുക്ക് പോകാം. അവിടെ ഒരു സീൻ ഉണ്ടാക്കണ്ട എന്ന് വെച്ച് അവര് രണ്ടുപേരും പോകാനായിട്ട് എഴുന്നേറ്റ് നടന്നു. എന്നാൽ ജെനിയും സംഘവും അവരെ തടഞ്ഞു. നിക്കടി, അവനുമായിട്ട് ഇന്ന് നിന്റെ അഴിഞ്ഞാട്ടമില്ലേ? ആശുള്ള വീട്ടിലെ ആൺപിള്ളേരെ അതും ഇതും കാണിച്ച് മയക്കി വലയിലാക്കുന്നവളല്ലേ നീ? അവനെ കൂടാതെ എത്ര പേരുണ്ടോടി നിന്റെ കസ്റ്റഡിയില്? നീ മര്യാദയ്ക്ക് സംസാരിച്ചോണം, ഇല്ലെങ്കിൽ നീ എന്ത് ചെയ്യടി മൊത്തമൊടി. ഇത് കണ്ട് സൈകിട്ട് നിൽക്കുന്ന കൂക്കി ആ ദേഷ്യത്തിൽ റിയക്കിട്ട് ഒരട്ടി അങ്ങ് കൊടുത്തു. ദാ ഇതുപോലെ കിട്ടും, വാശാനി. എന്ത് പണിയെ കാണിച്ച് ഇനി അവളുമാര് നിന്നെയും വരും ചെയ്യും. ചെയ്യാനെങ്കിൽ വരട്ടെ, മിണ്ടാതെ ഇരുന്ന് കേൾക്കാൻ ഞാൻ ശാലിനി കൃഷ്ണനല്ല. എന്റെ പൊന്നു ശാലു, നിനക്ക് ദിവ്യോട് ഇവളുമാരുടെ കാര്യം പറഞ്ഞൂടെ? ഞാൻ പറഞ്ഞതാ, അവൻ പറഞ്ഞത് ഇവളുമാരെ മൈൻഡ് ചെയ്യണ്ട എന്നാ. ശാലു, നിന്നെ അവര് ബുള്ളിങ് ചെയ്യുക, നോട്ട് മെന്റലി ഓൾസോ ഫിസിക്കലി. ഇറ്റ്സ് എ ക്രൈം. ഞാൻ അതൊക്കെ പറഞ്ഞതാ. അവൻ പറയുന്നത് ഗേൾസുമായി വഴക്കുണ്ടാക്കുന്നത് കോളേജിലെ സ്റ്റുഡൻസിന് മുന്നിൽ നാണക്കേടാ, അവളുമാരെ മൈൻഡ് ചെയ്യാൻ നടക്കാൻ. ബെസ്റ്റ്, ഇതിലും ഭേദം നീ അവനെ കളഞ്ഞിട്ട് മറ്റാരെയും നോക്കുന്നതാ. ശാലിനി, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. ഒന്ന് പോയേ ചെയ്യാനേ. ഐ ആം ജസ്റ്റ് കിഡിങ്, ഐ നോ ഹി ലവ്സ് യു ദി മോസ്റ്റ്. പക്ഷെ അവന്റെ ഇത്ര ആറ്റിറ്റ്യൂഡാ എനിക്ക് പിടിക്കാത്തത്. ഇന്ന് നീ അവനോട് ഇത് പറയണം. ഇവളുമാരുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉടനെ ഉണ്ടാക്കണം, അല്ലെങ്കിൽ അങ്ങനെ കാപത്താ. ഞാൻ പറയടി. ശാലിനിക്ക് അവരുടെ ഉപദ്രവം ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ലായിരുന്നു. അവൾ എത്രയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടും അവൾക്കതിന് കഴിയുന്നില്ലായിരുന്നു. ഇന്ന് ഇതിനൊരു തീരുമാനമെടുക്കണം എന്ന് വിചാരിച്ച് അവൾ തെവിനെ കാണാൻ ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് ചെല്ലുന്നു. അവരവിടെ പ്രാക്ടീസ് ചെയ്യുകയായിരുന്നു. ഒന്ന് വരുമോ? എന്താടാ, എന്താ അത്യാവശ്യമാണോ? പറ, എന്തുവാ പറയാനുള്ളേ? എന്താ മഞ്ജു, എന്താ എന്താ പറയാനുള്ളേ? കേക്കട്ടെ. ആ ജെനിയും ഗ്യാങ്ങുവിനെ പിന്നെയും ടോർച്ചർ ചെയ്യാം, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. നീ ഇതിൽ ഇടപെടണം. അവള് പറയുന്ന കേട്ടപ്പോൾ ശരിക്കും ശാലിനിയോടാണ് തെവിന് ദേഷ്യം തോന്നിയത്. അവളൊന്ന് ബോൾഡായാൽ തീരാവുന്ന പ്രശ്നം അവനെ ആവശ്യമില്ലാതെ വലിച്ചിടുന്നത് പോലെ അവന് തോന്നി. അവള് ഇത്തരം കാര്യങ്ങൾക്ക് അവനെ ഡിപ്പെൻഡ് ചെയ്യുന്നത് അവനെ മറ്റുള്ളവരുടെ മുന്നിൽ അവളുടെ വാലാട്ടി നിൽക്കുന്ന ഒരാളായിട്ട് കാണിക്കാനുള്ള പുറപ്പാടാണെന്ന് അവന് തോന്നി. അവന്റെ മനസ്സിന്റെ ഈഗോ കൊണ്ട് അവൻ കാട് കയറി ചിന്തിച്ചു കൂട്ടി. ശാലിനി, ഞാൻ നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട് അവളുമാരുടെ വായി ചെന്ന് കയറി കൊടുക്കരുതെന്ന്. ആരെയും ദേഷ്യം വന്നാൽ ജിക്ക് ബോധവുമില്ല. ഇനി അവളെ അടിച്ചതിന്റെ പേര് പിന്നെ അവളുമാരെ നിന്നെ ഉപദ്രവിക്കില്ലേ? നീ ഒന്ന് ബോൾഡായ തീരാന്ന പ്രശ്നമേ ഉള്ളൂ. വെറുതെ ഞാൻ ഇന്നലെ ഇതിന്റെ ഇടയ്ക്ക് കയറി ഇടപെടുന്നേ. നിങ്ങൾ ഗേൾസാ. ഞാൻ വന്ന് ഇതിന്റെ ഇടയ്ക്ക് ഒരു പ്രശ്നം ഉണ്ടായ അത് എന്നെ തന്നെ കൂടുതൽ ബാധിക്കത്തുള്ളൂ.
അവളുമാര് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞ് കേസ് കൊടുത്താലോ അതിലും വലിയ പൊല്ലാപ്പാവും. നീ ഒന്ന് ബോൾഡായിട്ട് നിൽക്കുക ചെയ്യാ. എന്തിനും ഇതിനും അവളെന്നെ തോണ്ടി, അവളെന്നെ പിച്ചി. നിനക്കൊന്ന് നാണമില്ലേ ഇങ്ങനെ വന്ന് പറയാൻ? ഞാൻ നിന്റെ ആളാണെന്ന് നിനക്ക് ധൈര്യമായിട്ട് നിന്ന് പറയാൻ എന്താ പറ്റാത്തെ? ഏത് നേരം കൊച്ചു പിള്ളേരെ പോലെ. ദേ, ഞാൻ എത്രയും പ്രാക്ടീസിന്റെ ഇടയിൽ നിന്നാ ഇപ്പം ഇങ്ങോട്ട് ഓടി വന്നത്. ഇനി മേലാൽ ഇത്ര സില്ലി കാര്യത്തിന് വേണ്ടി എന്നെ വിളിച്ചേക്കരുത്. ഞാൻ ഇപ്പോഴേ പറഞ്ഞേക്കാം. ഞാൻ പോവാ, വൈകിട്ട് വിളിക്കാം. ഇനഫ് ശാലിനി, ആയിരിക്കാം. നിങ്ങൾ കൊഴിഞ്ഞു മാറായിരുന്നല്ലോ. നിന്റെ ആവശ്യം ഞാൻ ചെന്ന് അവളുമാരോട് വഴക്കിട്ടിട്ട് നിനക്കെല്ലാരെയും അറിയിക്കണം ഞാൻ നിന്റെ വരുതിയിലാ നിൽക്കുന്നത്, ഞാൻ നീ പറയുന്നിടത്ത് വാലാട്ടി നിൽക്കുന്ന അല്ലേ? ഈ പ്രശ്നം ഉണ്ടാക്കിയത് ജിയല്ലേ? നീ ചെന്ന് പറ അവളോട് സോൾവ് ആക്കി തരാൻ. എന്നെ വിളിക്കണ്ട, ഞാൻ പോന്നു. അവർ വെറുതെ അല്ല എന്നെ ബുള്ളി ചെയ്യുന്നത്. ഞാൻ നിന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ. നീ കാരണോ ശാലിനി? അതെ, നീ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാ ഞാൻ ഇതൊക്കെ സഹിക്കേണ്ടി വരുന്നത്. ഒന്നും രണ്ടുമില്ല, ഒരു വർഷമായി, അറിയോ? എങ്കിൽ നിർത്തിട്ട് പോടി. ആരെ നിന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നു? കെവിൻ അവിടെ നിന്ന് ഗ്രൗണ്ടിലേക്ക് പോയി. ശാലിനി അവന്റെ വാക്കുകളൊക്കെ കേട്ട് അവിടെ നിന്ന് കരഞ്ഞുപോയി. അവനൊരു ശകലം പോലും തന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്നോർത്ത് അവൾക്ക് വിഷമവും സങ്കടവും ദേഷ്യവും തോന്നി. നീ എന്നെ ശരിക്കും സ്നേഹിക്കുന്നുണ്ടോ തെനി? എങ്ങനെയാണോ നീ എന്നെ കാമുകിയെ ട്രീറ്റ് ചെയ്യുന്നത്? എനിക്കിവിടെ ഇരിക്കാമോ? എനിക്ക് പകർച്ചവ്യാധി ഒന്നുമില്ല. എന്നാ മുഖം ഇങ്ങനെ ഡളായിരിക്കുന്നേ? ശാലിനിക്ക് എന്തുകൊണ്ടെന്നറിയില്ല, അവനോട് അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും തുറന്നു പറയണമെന്ന് തോന്നി. അവൾ ഓരോന്നായിട്ട് പറഞ്ഞു. ഇനി അവർ ബുള്ളി ചെയ്താ എന്നോട് പറ, നമുക്ക് ശരിയാക്കാം. എന്തോ അവന്റെ ആ വാക്ക് മാത്രം മതിയായിരുന്നു ശാലിനിക്ക് സന്തോഷവും ആശ്വാസവും പകരാൻ. അവിടെ ആരൊക്കെയോ കരുതാനും സ്നേഹിക്കാനും ഉണ്ടെന്നൊരു തോന്നൽ അവളുടെ ഉള്ളിൽ വന്നു. അങ്ങനെ അവർ ശരിക്കും കൂട്ടായി. എന്ന് വെച്ചാൽ ശാലിനി ശരിക്കും കൺഫ്യൂസ്ഡ് ആയി എന്നർത്ഥം. അവൾക്ക് രാഹുൽ തന്നോട് കാണിക്കുന്ന സ്നേഹത്തിൽ പലപ്പോഴും അവനോട് സ്നേഹം തോന്നിപ്പോകും എന്ന് തോന്നിയിട്ടുണ്ട്. എന്നാൽ തെയെ ചതിക്കാനും മനസ്സ് വരുന്നില്ല. അങ്ങനെ ഒരു ദിവസം ജിയ എന്നില്ലായിരുന്നു. ശാലിനി തനിച്ചു പോകുമ്പോൾ അവളെ ആരൊക്കെയോ ചെന്ന് സ്റ്റോർ റൂമിലേക്ക് വലിച്ചിട്ടു. നമ്മുടെ ക്രഷിന്റെ കാമുകി, ഇന്നത്തോടെ ഇവളെ ഒരു പാഠം പഠിപ്പിക്കും ഞാൻ. അതെ, ഇവളുടെ കൂട്ടുകാരി അടിച്ചതിനും പകരം ചോദിക്കണം എനിക്ക് ഇവളോട്. അത് കണ്ട് അവളുടെ കൂട്ടുകാരി സംതൃപ്തി അടയട്ടെ. പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്, പ്ലീസ് എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ കാല് പിടിക്കാം. അതൊന്നും അവര് കേട്ടില്ല. ശാലിനിയെ അടിച്ച് അവശ നിലയിലാക്കി അവരവിടുന്ന് മുങ്ങിക്കളഞ്ഞു. സ്റ്റോർ റൂം പൂട്ടിയിട്ടിട്ടും പോയി. രാഹുൽ, സ്റ്റോർ റൂമിൽ പാസ് ഔട്ടായ ബാച്ചിന്റെ പ്രോജക്റ്റ് ബുക്കൊക്കെ ഉണ്ട്. അത് വേണേ എടുത്തിട്ട് റെഫർ ചെയ്ത് നോക്കിക്കോ. ഞാൻ ഈ അവർ ഏതായാലും ക്ലാസ് എടുക്കുന്നില്ല, ഇപ്പൊ തന്നെ വേണേ പൊക്കോ. ഓക്കെ മിസ്, താങ്ക് യു. അവൻ അവിടെ ചെന്നപ്പോൾ കണ്ട രംഗം കണ്ട് ഞെട്ടിപ്പോയി. അവൻ ശാലിനിയും കോരിയെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുറച്ച് സമയങ്ങൾക്ക് ശേഷം ശാലിനിക്ക് ബോധം വന്നു. രാഹുലിനെ കണ്ടപ്പോൾ തന്നെ ശാലിനിക്ക് എന്തോ ആശ്വാസവും സങ്കടവും ഒരുമിച്ച് വന്നു. ശാലിനി രാഹുലിനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എനിക്ക് വയ്യ രാഹുൽ ചേട്ടാ, ഇനി സഹിക്കാൻ എനിക്ക് വയ്യ. എന്നോടെന്ന് പറഞ്ഞത് ഒന്നുകൂടെ പറയൂ. ശാലിനി, ആർ യു സീരിയസ്? നീ കാര്യമായിട്ടാണോ പറയുന്നത്? അപ്പോ തെവിൻ? അതെ, രവിക്ക് ഞാനല്ലേ ഇമ്പോർട്ടന്റ്. എന്നെ പറ്റി അവൻ ആലോചിക്കുന്ന കൂടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്ക് സ്നേഹം അനുഭവിക്കാൻ ആഗ്രഹമില്ലേ ചേട്ടാ? എന്നെ ഒന്ന് തിരിഞ്ഞു പോലും നോക്കാത്തവനെ ഞാൻ എങ്ങനെയാ സ്നേഹിക്കണ്ടേ? എന്ത് വിശ്വസിച്ചാ സ്നേഹിക്കണ്ടേ? അവൻ അവളുമാരെ നിലയ്ക്ക് നിർത്തിയിരുന്നെങ്കിൽ എനിക്കിപ്പോ ഇങ്ങനെ ഈ ഗതി വരില്ലായിരുന്നു. ആൻഡ് ഓൾസോ എനിക്ക് നിങ്ങളെ സ്നേഹിക്കാതിരിക്കാൻ കഴിയുന്നില്ല. എന്നെ നിങ്ങൾ സ്നേഹിക്കുന്ന പോലെ ദൈവം പോലും സ്നേഹിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. സോ I decided to love you. I can't hold anymore. റേക്കിംഗ് ഗ്യാങ്ങിനുമെതിരെ ശാലിനി പോലീസ് കംപ്ലൈന്റ് നൽകിയതുകൊണ്ട് അവളെ പിന്നീട് ഒരിക്കലും അവളുമാരെ ഉപദ്രവിക്കാൻ വന്നില്ല. അവളുമാരെ കോളേജിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. എന്നാൽ തെവിൻ ഫുട്ബോൾ ടൂർണമെന്റിന് പോയതുകൊണ്ട് ഈ നടന്ന സംഭവമൊന്നും അവൻ അറിഞ്ഞിരുന്നില്ല. ജിയ്ക്കും ശാലിനിയും രാഹുലും തമ്മിൽ ഇഷ്ടത്തിലാണെന്നുള്ള കാര്യം അറിയില്ലായിരുന്നു. ശാലിനി തെവിനോടെല്ലാം പറയാൻ ആദ്യം തീരുമാനിച്ചിരുന്നു. പക്ഷേ അവൾ വിചാരിച്ചു അവൻ തന്നെ അവളെ ഒഴിവാക്കിക്കൊള്ളുമെന്ന്. അതുകൊണ്ട് അവൾ അത് പറഞ്ഞുമില്ല. 2 ആഴ്ചത്തെ ഫുട്ബോൾ ടൂർണമെന്റ് കാരണം തെവിനെ ശാലിനിയെ വിളിക്കാനോ മെസ്സേജ് അയക്കാനോ ഒന്നും കഴിഞ്ഞിരുന്നില്ല.
എന്തെങ്കിലും മെസ്സേജ് അയച്ചാൽ തന്നെ കഴിച്ചു, ഗുഡ് മോർണിംഗ് അത്ര മാത്രമേ അവൻ അയച്ചിരുന്നുള്ളൂ. 2 ആഴ്ചത്തെ ടൂർണമെന്റ് കഴിഞ്ഞ് അവൻ വീട്ടിൽ വന്നു. പിറ്റേ ദിവസം ഒരു ശനിയാഴ്ചയായിരുന്നു. അന്നാണ് ലാസ്റ്റ് പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യേണ്ട അവസാന ഡേറ്റ്. അതുകൊണ്ട് ശനിയാഴ്ച തന്നെ അവൻ കോളേജിലേക്ക് പോകാമെന്ന് കരുതി. അമ്മേ, ഞാൻ കോളേജ് വരെ ഒന്ന് പോയിട്ട് ഈ ശനിയാഴ്ച എവിടെയാണ് തിരക്കാ കോളേജ്? അമ്മേ, പ്രോജക്റ്റ് സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിരുന്നു. ഫുട്ബോളിന് പോയ കാരണം എനിക്ക് നേരത്തെ വെക്കാൻ പറ്റിയില്ല. ശാലിയോട് കോളേജ് വരാൻ പറഞ്ഞാലോ? അവളെ കണ്ടിട്ട് ഒത്തിരി ദിവസമായല്ലോ. അവൻ വിളിച്ചിട്ട് അവൾ ഫോൺ എടുത്തിരുന്നില്ല. കുറെ തവണ വിളിച്ചു, എന്നിട്ടും അവൾ ഫോൺ അറ്റൻഡ് ചെയ്തില്ല. അവൻ ബൈക്കിൽ കയറി കോളേജിലേക്ക് വന്നു. അവൾ എന്തെങ്കിലും ബിസി ആയിരിക്കുമെന്ന് കരുതി. അവൻ പ്രോജക്റ്റ് വെച്ചിട്ട് ഓഫീസ് റൂമിന്റെ വെളിയിലിറങ്ങിയപ്പോഴാണ് ആ കാഴ്ച അവൻ കണ്ടത്. കൈകോർത്ത് പിടിച്ച് നടക്കുന്ന ശാലിനിയെ രാഹുലിനെ കണ്ടിട്ട് അവന് സഹിക്കുന്നുണ്ടായിരുന്നില്ല. അവളും പ്രോജക്റ്റ് വെക്കാൻ കോളേജിൽ വന്നതായിരുന്നു. എങ്കിലും അവളെ ഒന്ന് ഫോൺ വിളിച്ച് നോക്കണമെന്ന് തെവിന് തോന്നി. അവൻ അപ്പോൾ ഫോൺ എടുത്ത് അവളുടെ നമ്പറിലേക്ക് ഡയൽ ചെയ്തു. ആരാ ഫോണില്? അത് തെവിന. അവനോടെല്ലാം പറയണ്ടേ? ഇനി ഇങ്ങനെ ഇത് പറയാതിരിക്കുന്നത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. വേണം, മൺഡേ അവൻ ക്ലാസ്സിൽ വന്നിട്ട് പറയാം. അതും നമ്മൾ ഒരുമിച്ച്. ആ തെവിൻ പറ. ശാലിനി എവിടെയാ? അത് ഞാൻ ജിയുടെ കൂടെ പാർക്കിലാ. എന്താ തെവി? ശരി. എന്താ വിളി? കട്ട് ചെയ്തവൻ. എന്നെ ഞാൻ ഇറങ്ങാം. ഒരുപാട് താമസിച്ച അമ്മയ്ക്ക് ടെൻഷനാണ്. ഞാൻ ഡ്രോപ്പ് ചെയ്യണോ? ഏയ് വേണ്ട, ഞാൻ നടന്നോളാം. എങ്കിൽ ശരി, എനിക്ക് ഇച്ചിരി പണിയുണ്ട്. മ്യൂസിക് ക്ലബിന്റെ ഇനാഗ്രേഷന് വേണ്ടിയിട്ടുള്ള പരിപാടിയൊക്കെ ചെയ്യണം. എന്നാൽ സൂക്ഷിച്ചു പോണേ. അവൾ ഇറങ്ങി ചെന്നതും ബൈക്കിൽ ചാരി തന്നെ രൂക്ഷമായിട്ട് നോക്കുന്ന തെവിനെയാണ് കണ്ടത്. ശാലിനി അവനെ കണ്ടതോടെ അടിമുടി പതറിപ്പോയിരുന്നു. അവൾക്ക് എന്ത് പറയണമെന്ന് അറിയില്ലായിരുന്നു. അവൾ പേടിച്ചങ്ങനെ നിന്നു. എന്നെ പ്രതീക്ഷിച്ചില്ല അല്ലേ? കൊള്ളാം. നിന്റെ പാർക്ക് എവിടെ? നിന്റെ കൂട്ടുകാരി ജിയ? അവൾ ഒന്നും മിണ്ടാതെ തല കുനിച്ചു നിന്നു. അവളുടെ നിപ്പ് കണ്ട് അവനാകെ അടിമുടി വിറഞ്ഞു കയറി. ആ ദേശത്തിൽ ശാലിനിയെ തെവിൻ ചെന്ന് അടിച്ചു. ഏതവനടിയവൻ? എന്നെ നീ ചതിക്കുവായിരുന്നല്ലേ വല്യടി? എന്നാൽ അവന്റെ കയ്യിൽ നിന്ന് അടി കിട്ടിയതോടെ ശാലിനിക്ക് എന്തൊന്നില്ലാത്ത ദേഷ്യവും സങ്കടവും വന്നു. മാറടി, അവനെ നിന്നെ ഞാൻ ഒരുമിച്ച് കത്തിക്കുന്ന മാറാൻ. തെവിൻ രാഹുലിനെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് അവൾക്ക് വല്ലാതെ പേടിയായി. ആ പേടിയിൽ അവൾ ബോധമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞു. ഞാനല്ല, നീ തന്നെ എന്നെ ചതിച്ചേ. ഞാൻ എങ്ങനെയാടി ചതിച്ചത്? പറയടി, ഞാൻ എങ്ങനെയാ നിന്നെ ചതിച്ചതെന്ന്. അത് നീയുമായി ഇനിയും തമ്മിൽ അരുതാത്ത ബന്ധമുള്ളതല്ലേ? ശാലിനി, വേണ്ടാത്തത് പറഞ്ഞാണ്ടല്ലോ ഓട്ടിച്ച് നിന്റെ കൊരണം പോയിക്കും. നീ എന്ത് ചെയ്താലും സത്യമല്ലാതാവില്ലല്ലോ. നീയും അവളും അരുതാത്ത രീതിയിൽ ഇടപഴകുന്നത് ജിയെ കണ്ടുകൊണ്ട് കണ്ടതാ. അവൾ എന്നോട് പറഞ്ഞതാ. അവൾ എന്നോട് ഒരിക്കലും കള്ളം പറയില്ല. അവളോട് നീ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടെന്നും അവൾ എന്നോട് പറഞ്ഞു. അങ്ങനെയുള്ള നിന്നെ പോയൊരുത്തനെ എനിക്ക് വേണ്ട. നീ കേട്ടോ, ഞാനും ആ സീനിയർ ചേട്ടൻ രാഹുലിനും ഇഷ്ടത്തില്ല. ഞാൻ ഒരുപാട് നിന്റെ സ്നേഹം കുറിച്ച സമയമുണ്ടായിരുന്നു. ഒന്ന് നീ എവിടെയായിരുന്നു? എനിക്ക് നീ നിന്റെ കൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബ്രേക്കപ്പ് ചെയ്യും. ഞാൻ ഒരുപാട് സഹിച്ചതാ ദേവി. ഇനി എനിക്ക് പറ്റില്ല. നിന്നെ എനിക്ക് ഒരു തരി പോലും വിശ്വാസമില്ലാത്ത ഒരാളുടെ കൂടെ ഞാൻ എങ്ങനെയാ സ്നേഹിക്കുന്നേ? എന്റെ മനസ്സിൽ നിന്ന് നീ എന്നെ പോയി കഴിഞ്ഞു. അത് മനസ്സിലാക്കുക. ഇനി ഞങ്ങളുടെ ഇടയ്ക്ക് നീ കയറരുത് പ്ലീസ്. എല്ലാം ഇന്നുകൊണ്ട് തീർക്കണം, അവസാനിപ്പിക്കണം. ഇത്രയും പറഞ്ഞ് അവൾ അവിടുന്ന് പോയി. തീ ശരിക്കും തകർന്നു പോയിരുന്നു. ഒന്നാമത് സ്നേഹിച്ച പെണ്ണ് തന്റെ ആത്മാർത്ഥ സുഹൃത്തായ പെൺകുട്ടി കാരണം തന്നെ ചതിച്ചതോർത്ത് അവന് സഹിക്കാനായില്ല. അവൻ ആ ദേഷ്യത്തിൽ എന്ത് ചെയ്യണമെന്നറിയാതെ നേരെ ബൈക്കെടുത്ത് ബാറിൽ പോയിരുന്ന് ബോധം കെടുന്നവരെ കുടിച്ചു.